തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി. ലോ കോളേജ് വിദ്യാർത്ഥി അക്ഷയ് കൃഷ്ണൻ നൽകിയ റിട്ട് ഹർജിയിലാണ് ഉത്തരവ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി സമർപ്പിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ? വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഗവൺമെന്റ് ലോ കോളേജിൽ ഈ രക്തസാക്ഷി മണ്ഡപവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തടയണമെന്നാവശ്യപ്പെട്ടൊരു ഹർജി വന്നത്. ലോ കോളേജ് വിദ്യാർത്ഥിയായ അക്ഷയ് കൃഷ്ണനാണ് ഇത്തരത്തിലൊരു റിട്ട് പെറ്റീഷൻ നൽകിയത്. പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇതിന്റെ ഉദ്ഘാടനം തടഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SFI നേതാവായിരുന്ന സക്കീർ ഹുസൈന്റെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു മണ്ഡപം നിർമ്മിച്ചത്. നിലവിൽ ഈ കോളേജിൽ തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ലോ കോളേജിലെ 4ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇതിന്റെ ഇതിന്റെ ഉദ്ഘാടനം നടത്താനിരുന്നത്. പക്ഷേ നിലവിൽ കോടതി നിർദ്ദേശമുള്ള സ്ഥിതിക്ക് അത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാനാകില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ ഈ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ഈ ഹർജി വരികയും കോടതി അത് തടയുകയും ചെയ്തിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.